അപ്പോൾ ഇന്നത്തെ ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റൊട്ടേഷൻ അറേ കണ്ടുപിടിക്കാനാണ്. അതായത് ഒരു അറേനെ സിമ്പിൾ ആണ്, ജസ്റ്റ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാം. അതായത് ഒരു അറേ നമുക്ക് എന്ത് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യണം. അതായത് ഇത്ര സ്റ്റെപ്സ് റൊട്ടേറ്റ് ചെയ്യണം. ലാസ്റ്റ് നിന്ന് ഫ്രണ്ടിലേക്ക് ഇടാം. അതായത് ഇപ്പൊ ഫസ്റ്റത്തെ സ്റ്റെപ്പിൽ എന്താണ്, ഇവിടെ സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട്. 7 ഞാൻ ഫ്രണ്ടിലേക്ക് ഇടും. കണ്ടേ, 7 ഇവിടെ ഫ്രണ്ടിലേക്ക് വന്നു. ഈ ആറാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ, രണ്ടാമത്തെ സ്റ്റെപ്പിൽ ആറാമത്തെ വാല്യൂ ഫ്രണ്ടിലേക്ക് വന്നു. ഇനി മൂന്നാമത്തെ ഈ 5 എന്നുള്ള വാല്യൂ മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യും, ഫ്രണ്ടിലേക്ക് വന്നു. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഈ കെ സ്റ്റെപ്സിൽ എന്ത് ചെയ്യണം, നമുക്ക് ഇങ്ങനെ ചെയ്യണം. അപ്പൊ നമുക്ക് ഇപ്പൊ പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ സ്റ്റെപ്സിലും നമ്മൾ എന്ത് ചെയ്യണം, ഓരോ കാര്യം ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ ഈ സ്റ്റെപ്സ് തീർന്നു പോകുമ്പോൾ നമുക്ക് ഇത് കംപ്ലീറ്റ് ആവും. അപ്പൊ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്റ്റെപ്സ് ഇപ്പൊ 3 ഉണ്ട്. അപ്പൊ ഈ ആദ്യത്തെ സ്റ്റെപ്പ് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒരു ബാക്കിൽ നിന്ന് വാല്യൂ എടുത്ത് ഫ്രണ്ടിലേക്ക് ഇടാം. എന്നിട്ട് ഒരു സ്റ്റെപ്പ് കുറയ്ക്കാം. എന്നിട്ട് വീണ്ടും ബാക്കിൽ നിന്ന് വാല്യൂ എടുത്ത് ഫ്രണ്ടിലേക്ക് ഇടാം. എന്നിട്ട് വീണ്ടും സ്റ്റെപ്പ് കുറയ്ക്കാം. എന്നിട്ട് അവസാനത്തെ വാല്യൂ എടുത്ത് ഇതിലേക്ക് ഇടുമ്പോൾ നമ്മൾ സ്റ്റെപ്പ് ലാസ്റ്റ് 0 ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സംഭവം നിർത്താം. അങ്ങനത്തെ ഒരു കാര്യമാണ് മനസ്സിലേക്ക് വന്നത്. അതൊന്നും നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, പെട്ടെന്ന് ഇത് എല്ലാവരും മനസ്സിലേക്ക് വന്ന കാര്യം. സോ നമുക്ക് ഫോർ ലെറ്റ് ഐ ഈസ് ഈക്വൽ ടു 0 എന്ന് തുടങ്ങിയിട്ട് ഐ ഈസ് നമുക്ക് കെ ആണ് നമുക്ക് സ്റ്റെപ്സ് എന്ന് പറയാം. കെ സ്റ്റെപ്സ് അത് ചെയ്തോളൂ, ഇൻക്രിമെന്റ് ചെയ്തിട്ട് ചെയ്തോളൂ. അപ്പൊ നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു അറേയുടെ ബാക്കിൽ നിന്ന് വാല്യൂ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, പോപ്പ് യൂസ് ചെയ്യാം. സോ നംസ് ഡോട്ട് പോപ്പ് യൂസ് ചെയ്ത് നമുക്ക് ഒരു അറേയുടെ ബാക്കിൽ നിന്ന് വാല്യൂ കിട്ടും. നമുക്ക് ഞാൻ തൽക്കാലത്തേക്ക് ഒരു വാല്യൂലേക്ക് കൊടുക്കുകയാണ്. ലെറ്റ് ഈ ഒരു വാല്യൂലേക്ക് കൊടുക്കുകയാണ്. ഓക്കെ, ബ്രേക്ക് കൊടുത്തു. ഇനി ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ ഫ്രണ്ടിലേക്ക് കൊടുക്കുകയാണ്. ഒരു ജാവാസ്ക്രിപ്റ്റ് നമുക്ക് ഫ്രണ്ടിലേക്ക് കൊടുക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം, അൺഷിഫ്റ്റ് യൂസ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യും, വാല്യൂ ഫ്രണ്ടിലേക്ക് കൊടുക്കാൻ പറ്റും. പരിപാടി കഴിഞ്ഞു. വേണ്ട, പരിപാടി കഴിഞ്ഞു. ഇതാണ് മീഡിയം ക്വസ്റ്റ്യൻ. മീഡിയം ക്വസ്റ്റ്യൻ ഇപ്പൊ സിമ്പിൾ ആയിട്ട് അവിടെ പ്രശ്നമുണ്ട്. അതായത് ഈ ഫോർ ലൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഫോർ ലൂപ്പ് 0 to എത്ര വട്ടം ചെക്ക്, കെയുടെ സൈസ് ഇപ്പോൾ 1,00,000 ഉണ്ട്, അതിൽ കൂടുതലുണ്ട്, എത്ര ഉണ്ട്, n ടൈംസ് ഉണ്ടെങ്കിൽ അത്രയും വട്ടം, ബിഗ് ഓഫ് n ടൈംസ് അത് ചെക്ക് ചെയ്യും. അതിൻ്റെ ഉള്ളിൽ ഈ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആയിട്ടുള്ള പോപ്പ് അറേയുടെ ബാക്ക് കണ്ടുപിടിച്ചിട്ടാണ് എന്ത് ചെയ്യണത്, പോപ്പ് ചെയ്യണത്. അതിനൊരു സെറ്റ് ഓഫ് ടൈം എടുക്കും. അൺഷിഫ്റ്റ് എന്ത് ഫ്രണ്ടിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ടും അതിന് സെറ്റ് ഓഫ് ടൈം എടുക്കും. ഒന്നാമത് ബിഗ് ഓഫ് n, അതിൻ്റെ ഉള്ളിൽ ഈ സംഭവങ്ങൾക്കൊക്കെ എന്തോരം സമയം എടുക്കും അറിയോ. സോ ഇത് ഒരു ഒപ്റ്റിമൽ വേ അല്ല. സോ നമുക്കൊരു ഒപ്റ്റിമൽ വേയിൽ നമുക്ക് ചെയ്യാം. ഇതൊരു ഒപ്റ്റിമൽ വേ അല്ല. ഒരു ഒപ്റ്റിമൽ വേയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന ഒരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് മാക്സിമം അത് സ്പേസ് കോംപ്ലക്സിറ്റി ആണ് ശരിക്കും കുറയ്ക്കുന്നത്. അതായത് ഇതാണ് നമ്മുടെ അറേ, നമ്മുടെ അറേയാണ് ഇത്. അപ്പൊ ഈ അറേനെ ഞാൻ എന്ത് ചെയ്യുന്നു, റിവേഴ്സ് ചെയ്ത് നോക്കുകയാണ്. ഈ അറേനെ ഞാൻ ഒന്ന് റിവേഴ്സ് ചെയ്തിട്ട് ഞാൻ ഇവിടെ കാണിച്ചു തരാം. അറേനെ ഒന്ന് റിവേഴ്സ് ചെയ്യണം. നേരെ 7, 6, 5, 4, 3, 2, 1. ഇത്രയും വാല്യൂസ് ആയിട്ട് ഞാൻ എന്ത് ചെയ്തു, അറേനെ എന്താക്കി, ഒന്ന് റിവേഴ്സ് ചെയ്തു അറേനെ മൊത്തത്തിൽ. ഇനി അറേ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ എങ്ങനെ ശരിയാവും നോക്കാം. നമുക്കിനി കെ ടൈംസ് ഉണ്ട്. അതായത് കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3, 0 അല്ലെങ്കിൽ 0, 1, 2, 3 ടൈംസ്. 3 ടൈംസ് ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, കെനെ നമുക്ക് തിരിക്കാൻ പറ്റും. അപ്പൊ ഇതിനൊന്ന് റിവേഴ്സ് ചെയ്ത് നോക്കുക ഗൈസ്. ഈ രണ്ടെണ്ണത്തിനൊന്ന് റിവേഴ്സ് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെക്ക് ചെയ്യാം. ഇതിനൊന്ന് റിവേഴ്സ് ചെയ്ത് നോക്കുക. ഇത്രയും ഭാഗത്തിനെ ഒന്ന് റിവേഴ്സ് ചെയ്ത് നോക്കുക. ഇതിന് റിവേഴ്സ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും, 5, 6, 7 എന്ന് കിട്ടും. ഇതിന് റിവേഴ്സ് ചെയ്യുമ്പോൾ എന്താണ്, 1, 2, 3, 4 എന്ന് കിട്ടും. ഇത്രയും രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു, റിവേഴ്സ് ചെയ്തു. ഇനി ഇതൊന്നും നോക്കിയ ഇത് തന്നെയല്ലേ ഇതും, 5, 6, 7, 1, 2, 3 ഇതൊന്ന് കമ്പൈൻ ചെയ്യാൻ സംഭവം കിട്ടി. സോ നമുക്ക് ഇത് കൂടി തപ്പോരെ. അത് ചെയ്താൽ നമുക്ക് റിസൾട്ട് കിട്ടാനായിട്ട്. സോ ഞാൻ എന്ത് ചെയ്യാൻ പോണ്, ഫസ്റ്റ് എനിക്ക് എന്ത് ചെയ്യണം, ഞാൻ ഈ നമ്മുടെ സൈസില് നമ്മുടെ സ്റ്റെപ്സിനെ ഞാനൊന്ന് ഒപ്റ്റിമൈസ് ചെയ്യാണ്. കെ മോഡ് നമുക്ക് നംസ്
ഡോട്ട് ലെങ്ത്. ഇങ്ങനെയാണ് ഒന്ന് ഒപ്റ്റിമൈസ് ചെയ്തത്. കെ മോഡ് നംസ് ഡോട്ട് ലെങ്ത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ അറേ എന്ന് വയ്ക്കുക. 3 എലമെന്റ്സ്, 1 2 3 എലമെന്റ്സ് ഉണ്ട്. സോ ഇതിന് എനിക്ക് നമ്മുടെ കെയുടെ വാല്യൂ 3 ആണെങ്കിൽ എന്ത് ചെയ്യും? 3 വട്ടം ആദ്യം ഈ 3 ഇവിടേക്ക് വരും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? 2 ഇവിടേക്ക് വരും. എന്ത് ചെയ്യും? ഈ 3 പിന്നെ ഇവിടേക്ക് മാറും. അപ്പൊ എന്ത് ചെയ്യും? അത് 2 ഇവിടേക്ക് വരും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ 1നെ ഫ്രണ്ടിലേക്ക് തന്നെ ഇടുമ്പോൾ എന്ത് ചെയ്യും? ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1, 2, 3 തന്നെയാണ്. ഇതിനെ 3 ടൈംസ് ചേഞ്ച് ചെയ്താലും 1, 2, 3 എന്ന് കിട്ടണം. എന്തിനാ പിന്നെ ചേഞ്ച് ചെയ്യാൻ നിൽക്കണേ? 3 ടൈംസ് ചെയ്താലും സെയിം വാല്യൂ നിൽക്കണേ. പിന്നെ എന്തിനാ ചേഞ്ച് ചെയ്യാൻ നിൽക്കണേ? സോ അപ്പൊ അത് ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കെ, അതായത് നമ്മുടെ കെയുടെ വാല്യൂ 3 അല്ലേ, അതിന് ഞാൻ കെയുടെ വാല്യൂ 3 ആണ്. നമ്മുടെ അറേയുടെ സൈസും എത്രയാണ്? അറേയുടെ സൈസും 3 ആണ്. അപ്പൊ 3 മോഡ് 3 എത്ര ഗൈസ്? 0 ആണ്. 3 മോഡ് 3 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പൊ എന്ത് 0 ടൈംസ് നമുക്ക് ഷിഫ്റ്റ് ചെയ്താൽ മതി. ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യം അവിടെ ഇല്ല. ഇനിയിപ്പോ എനിക്ക് ഈ സെയിം സാധനത്തിന് 4 വട്ടം തിരിക്കണമെങ്കിൽ എന്തായിരിക്കും വാല്യൂ? 4 വട്ടം തിരിക്കുമ്പോൾ ആദ്യം ഈ 3 ഫ്രണ്ടിലേക്ക് പോകും. അത് കഴിഞ്ഞാൽ ഈ 2 ഫ്രണ്ടിലേക്ക് വരും. പിന്നെ ഈ 1. അപ്പൊ എന്ത് സെയിം 3 വട്ടം ആകുമ്പോൾ സെയിം വാല്യൂ കിട്ടും. അപ്പൊ ഒരു വട്ടവും കൂടി ചെയ്യണം. 4ാമത്തെ വട്ടം ചെയ്യുമ്പോൾ ഇതിങ്ങനെ ആയിരിക്കും വരുന്നത്. 3, 1, 2 ഇങ്ങനെ ആയിരിക്കും വരുന്നത്. സോ ആക്ച്വലി ഈ 4 വട്ടം ചെയ്യണതിന് പകരം നമുക്ക് ഒറ്റ വട്ടം ചെയ്താൽ പോരെ? ഈ 3നെ ഒറ്റ വട്ടം തിരിച്ചാൽ പോരെ ഇത് കിട്ടാനായിട്ട്? അപ്പൊ കെയുടെ വാല്യൂ 4 ആണെങ്കിൽ കെയുടെ വാല്യൂ നമുക്ക് 4 ടൈംസ് ചെയ്യണമെങ്കിൽ മോഡുലസ് ഓഫ് അറേയുടെ സൈസ് എത്ര? 3 എന്ന് പറയുമ്പോൾ 1 ഒറ്റ വട്ടം തിരിച്ചാൽ മതി ഇവിടെ ഈ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. മച്ച് മോർ ഒപ്റ്റിമൈസ്. 4 വട്ടം ചെയ്യണതിനോട് ഒറ്റ വട്ടം ചെയ്താൽ മതി. അപ്പൊ അത് ചെയ്യുമ്പോൾ ഈ ഒരു സംഭവം ചെയ്യുമ്പോൾ എന്തോരം ഒപ്റ്റിമൈസ് ആവണം നോക്ക്. മച്ച് മോർ ഒപ്റ്റിമൈസ് ആക്കി നമ്മൾ. സോ ഇനി നമുക്കറിയാൻ പോണ പോലെ നമുക്ക് എന്ത് ചെയ്യാം? ഞാനൊരു അല്ലെങ്കിൽ ഫംഗ്ഷൻ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം റിവേഴ്സ് ചെയ്യാൻ വേണ്ടി. റിവേഴ്സ് എന്ന ഫംഗ്ഷൻ ആദ്യം എന്ത് ചെയ്യും? അറേ എടുക്കും. പിന്നെ സ്റ്റാർട്ട്. ഞാൻ കുറച്ച് എളുപ്പത്തിനായിട്ടാണ് എഴുതുന്നത്. സ്റ്റാർട്ട് എന്ന് എഴുതി നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. സ്റ്റാർട്ട് കാരണം ലീഡ് കോളിൽ ഇന്റലിജൻസ് ഇല്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതുന്നത്. SE എന്ന്. സോ നമുക്ക് റിവേഴ്സ് ചെയ്യാനായിട്ട് ജാവാസ്ക്രിപ്റ്റിൽ ടെക്നിക്ക് ഉണ്ട്. അതായത് പൈത്തണിലും ഉണ്ട്, ജാവാസ്ക്രിപ്റ്റിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കോമൺ ടെക്നിക്കാണ് പെട്ടെന്ന് റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, സിംപ്ലിഫൈ ആയിട്ട്. അറേ ഓഫ് ഇതാണ് നമ്മുടെ ഇപ്പൊ ഇരിക്കുന്ന പൊസിഷൻ, സ്റ്റാർട്ടും എൻഡും. സോ ഇത് ഞാൻ നേരെ തിരിച്ചു കാണും. സിമ്പിൾ ആണ്, ഇത്ര ഉള്ള കാര്യം. പെട്ടെന്ന് റിവേഴ്സ് ചെയ്യാം. നേരെ തിരിച്ചിട്ടു. ഇപ്പൊ എന്തേ? നമ്പർ റിവേഴ്സ് ആയി. അതിന് മുമ്പ് എന്ത് ചെയ്യണം? നമുക്ക് കണ്ടീഷൻ കൊടുക്കണം. ഈ സ്റ്റാർട്ടും എൻഡും റിവേഴ്സ് ഒക്കെ ഓക്കെ. ഇനി സ്റ്റാർട്ട് എന്തായിരിക്കണം? എന്നേക്കാളും ചെറുതായിരിക്കണം. എന്നാലാണ് എന്ത് ചെയ്യുന്നത്? റിവേഴ്സ് ആണ്. സ്റ്റാർട്ട് എന്നേക്കാളും നമ്മൾ എന്ത് ക്ലോസർ ആക്കി കൊണ്ടുവരണം. അതായത് ഇവിടെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യേണ്ടത്? സ്റ്റാർട്ടിനെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരേണ്ടത്, എൻഡിനെ ബാക്കിലേക്ക് കൊണ്ടുവരേണ്ടത്. എപ്പോഴും രണ്ടും ഒരുമിക്കണേ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? വൈൽ ലൂപ്പിന് പുറത്തേക്ക് ഇറങ്ങാം. വൈൽ ലൂപ്പിൽ ഞാൻ പുറത്തേക്ക് ഇറങ്ങാം, ഫംഗ്ഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം. ഈ റിവേഴ്സ് ഇവിടെ യൂസ് ചെയ്യാം. റിവേഴ്സ് നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യണം? മൊത്തത്തിലുള്ള നമ്മുടെ നംസിനുള്ള അറേനെ ഞാൻ എന്ത് ചെയ്യും? 0 to nums ഡോട്ട് ലെങ്ത് വരെ ഞാൻ എന്ത് ചെയ്യാണ്? റിവേഴ്സ് ചെയ്യണം. ആദ്യം അറേ മൊത്തം റിവേഴ്സ് ചെയ്യും. അത് കഴിഞ്ഞാൽ അറേയുടെ റിവേഴ്സ് ഓഫ് ഇന്റലിജൻസ് ഇല്ലാത്തതിന്റെ പ്രശ്നം. നമുക്ക് എന്താ ചെയ്യണ്ടേ? ഇത്രയും ഭാഗം, അതായത് 0 to k, ഇതാണ് k-1 ഭാഗം വരെ എന്ത് ചെയ്യണം? 0 to k-1 അല്ലേ? അപ്പൊ എന്ത് ചെയ്യും? ഫസ്റ്റത്തെ പോർഷൻ റിവേഴ്സ് ആയി. ഫസ്റ്റ് പോർഷൻ സെറ്റ് ആയി. ഇനി ബാക്കിയുള്ള പോർഷൻ മനസ്സിലായി. ബാക്കിയുള്ള പോർഷൻ ഇപ്പൊ ഇവിടെ കെയിലേക്കാണ്. ബാക്കി ലാസ്റ്റ് അറേയുടെ ലെങ്ത് നംസ് ഡോട്ട് ലെങ്ത് -1. സംഭവം നിങ്ങൾക്ക് മനസ്സിലായിട്ടാവുന്ന തോന്നുന്നു അല്ലേ? ഇത്രയുള്ള കാര്യം. ഒന്നും റിട്ടേൺ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം void ആണ്. Yes. Oh, wrong answer. What happened? Let me check. Start here. Okay, reverse. Okay. Start. Okay. I think. Okay. ഇവിടെ ലെങ്ത് എന്ന് പറയത്തില്ല. ലെങ്ത് അല്ല, ലെങ്ത് അല്ല, ലാസ്റ്റ് പൊസിഷൻ ആണ്. ഓക്കെ,
That's the issue. Yeah, it's run perfect. I hope it will work well. Yeah, let's have good time velocity. നമുക്ക് പുതിയൊരു ഫീച്ചർ വന്നിട്ടുണ്ട്. അത് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ട് കിട്ടില്ല. പ്രീമിയം അടയ്ക്കേണ്ടി വരും. നമുക്ക് ടൈം കോംപ്ലക്സിറ്റി അറിയാൻ പറ്റും. ഇതുള്ളൂ സിമ്പിൾ ആയിട്ട്. സോ എല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. സ്റ്റേ സേഫ്, സ്റ്റേ കോഡ്. കമന്റ് ചെയ്യാൻ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. സ്റ്റേ സബ്സ്ക്രൈബ്. ശരി ഗൈസ്, ബൈ.